ഇന്ന് നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ XAUSD ഗോൾഡിന്റെ ഒരു അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം മുതൽ ഏകദേശം ഇന്ത്യൻ ടൈം ഒരു 1 PM വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഇന്ന് ഓഗസ്റ്റ് 13th ആണ്. അപ്പൊ ഇന്നത്തെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ട്രെൻഡിലായിരുന്നു. അതിപ്പം ഒരു സെൽ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹയർ ടൈം ഫ്രെയിമുകളൊക്കെ ഇപ്പോഴും ബൈ ട്രെൻഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4449.50 റേഞ്ച് വരെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വലിയ റിജക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 4369 റേഞ്ച് വരെയാണ് ഇപ്പൊ മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ അറിയാം ഏർലി മോർണിംഗ് നല്ല രീതിയിലുള്ള മൂവ്മെന്റും അതുപോലെ തന്നെ ന്യൂ ഇയർ സെഷനിലും ഒക്കെയാണ് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുക. ഡേ ടൈം മുഴുവൻ ഏകദേശം ഒരു സൈഡ് വേസ് ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഈ ഒരു ജൂലൈ മുതൽ തന്നെ നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ലോസുകൾ വളരെ പെട്ടെന്ന് കിട്ടാൻ, അതായത് എസ് എൽ ഹണ്ടിങ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഓൾമോസ്റ്റ് പോയിക്കൊണ്ട് ഒരു ലോങ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽ ട്രെൻഡിലേക്കാണ്. അത് 1 hour ടൈം ഫ്രെയിമുകളൊക്കെ ഒരു സെൽ ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും നമുക്ക് അതുപോലെ തന്നെ ബൈ എൻട്രികൾ സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സെൽ എൻട്രികൾ രണ്ട് സൈഡിലേക്കും നമുക്ക് എൻട്രികൾ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നിലവിലത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4368, 72, 75 റേഞ്ചുകളാണ് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അത് വളരെ ഈസിലി ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നീട് വരുന്നത് 4357, അതുപോലെ തന്നെ 4343 ലെവലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെ നിന്നൊക്കെ ബൈ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4380 മുതൽ 86 അല്ലെ 92, 4392 റേഞ്ചുകളൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വീണ്ടും വരികയാണെങ്കിൽ നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് അതിൽ 4402 ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. 4407, 408 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് 4412, അതുപോലെ തന്നെ 4418, 4420, 28 റേഞ്ചുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയകളാണ്. അതുപോലെ തന്നെ 4450 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകുക. അപ്പൊ ഇന്നത്തെ ഒരു ഡേയിലെ മൂവ്മെന്റ് വെച്ചിട്ട് അത്രയും ഹൈയിലേക്ക് ഇന്ന് ഈ ഒരു ഡേ ടൈമിൽ മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. പക്ഷെ നമുക്ക് ന്യൂ ഇയർ സെഷനിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൈ മൂവ്മെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്കൊരു അൺഎക്സ്പെക്ടഡ് മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവുക. വളരെ സ്ലോലി നിൽക്കുകയും വളരെ ഫാസ്റ്റ് ആയിട്ട് താഴോട്ട് മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.